ഇനി ക്രിട്ടിക്കൽ ആംഗിൾ, അതായത് നമ്മൾ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പഠിക്കുന്നതിന് മുമ്പേ ക്രിട്ടിക്കൽ ആംഗിൾ എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അങ്ങ് എന്താ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് എന്താ ഇതും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതാ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ആദ്യം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, ഒറ്റ ഫിഗറിലാണ് എല്ലാം തന്നിരിക്കുന്നത്. നിങ്ങൾ അത് സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് ഫിഗർ ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചത്, ഇത് വരയ്ക്കണ്ട, നമ്മൾ പഠിച്ചത് എന്താ, ഒരു ലൈറ്ററെ നോർമലി ഒരു ഡെൻസർ ഇന്ന് റെയറിലോട്ട് പോകുമ്പോൾ നോർമൽ ഇത് എന്താണ്, കുറച്ച് ലൈറ്ററേസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലേലും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്ത് സെയിം മീഡിയത്തിലോട്ട് വരുന്നുണ്ട്, ബാക്കിയാണ് റിഫ്രാക്ട് ചെയ്ത് അപ്പുറത്തെ മീഡിയത്തിലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടത്തെ പ്രത്യേകത എന്താ പറയുക, ഇവിടത്തെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ സർഫസിന്റെ, അതായത് ഈ റെയർ മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കുറവായിരിക്കും. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു. ഓക്കെ, ഇനിയും ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് ആയിട്ട് തന്നിരിക്കുന്നത് എന്താണെന്നറിയാം, ഇപ്പം ഒരു ലൈറ്ററെ വന്നിട്ട് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോവാണ്. അപ്പൊ ലൈറ്ററെ വന്നിട്ട് ഇവിടെ വീണു, നോർമൽ ഇതാണ്. ഓക്കെ, വരയ്ക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റിനകത്ത് വരച്ചിട്ടുണ്ട്. ഈ വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ റെയർ മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിളുമായിട്ട് ഈക്വൽ ആണെങ്കിലോ, അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസിക്കലും ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിലോ, അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇവിടെ ലൈറ്റർ ഇങ്ങനെ വന്നിട്ട് 90 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ ഓഫ്, ശരിയല്ലേ? അപ്പൊ അവിടെ എന്താ, ഇവിടെ 90 ഡിഗ്രി റിഫ്ലക്ട് ചെയ്യുന്നതിനോടൊപ്പം പാർഷ്യലി കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പാർഷ്യൽ വളരെ ചെറിയ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് ഈ കേസിലും ഈ കേസിലും. ഓക്കെ, എന്നാൽ മൂന്നാമത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു സർഫസ് ഞാനൊരു ലൈറ്റർ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു, ഇതാണ് നമ്മുടെ എന്ത് നോർമൽ. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ഞാനിപ്പോൾ കൊണ്ടുവന്ന് ഇൻസിഡന്റ് ചെയ്യിക്കുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, അതിന്റെ ക്രിട്ടിക്കൽ ആംഗിളേക്കാളും കൂടുതലായതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് നടക്കത്തില്ല, പാർഷ്യൽ റിഫ്ലക്ഷൻ ഇവിടെ പറയണ്ട, മൊത്തത്തിൽ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഇങ്ങോട്ട് റിഫ്ലക്ട്, അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ആ റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. നിങ്ങൾ രാവിലെ പോയി കിണറ്റി നോക്കിയാൽ നിങ്ങളുടെ മുഖം കാണാം, ക്ലിയർ ആയിട്ടാണോ കാണുന്നത്? രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് 12 മണിക്കൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു 12 മണി അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ നിങ്ങളുടെ കിണറ്റിൽ പോയിട്ട് നിങ്ങളുടെ മുഖം നോക്കുക, കിണറ്റിന്റെ അടിഭാഗവും നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ മുഖവും കാണാം, പക്ഷെ നിങ്ങളുടെ മുഖം ക്ലിയർ ആയിരിക്കത്തില്ല, മനസ്സിലായോ? എന്നാൽ ഒരു 9 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷമോ നിങ്ങൾ പോയി കിണറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ണാടിക്കകത്ത് കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്, ആ രണ്ട് സമയത്ത്. എന്നാൽ പകല് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുഖം കാണുന്നത്, അത് ക്ലിയർ അല്ല. അപ്പം പകല് കിണറ്റി നോക്കുമ്പോഴുള്ള കേസുകൾ ഇതാണ് ആ കേസ്. എന്നാൽ വൈകുന്നേരം നോക്കുമ്പോഴുള്ള കേസ് ഇതാണ്, പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഇമേജ്, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഇത് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പൊ ഇത് റിഫ്രാക്റ്റിംഗ് ആയിട്ട് പോലും റിഫ്ലക്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്തു, ബിഹേവ് ചെയ്തു. ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിനെ പറ്റി ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ക്രിട്ടിക്കൽ ആംഗിളിനെ പറ്റി ഒന്ന് പറയാം. അപ്പൊ ഇനി ഹെഡിങ് എഴുതി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് എഴുതാം, ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുക, ഇറ്റ് ഈസ് ദ angle of incidence in denser medium corresponding to which the angle of refraction in the rarer medium is 90 degree. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈറ്റർ ഇവിടെ വന്ന് വീണു, ഓക്കെ, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം അല്ലേ? ഈ ഡെൻസർ മീഡിയത്തിന്റെ എന്താ
ഈ ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഡെൻസർ മീഡിയത്തിലായിരിക്കും സാധാരണ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരിക, ഇല്ലയോ? അപ്പൊ റെയറർ മീഡിയത്തിലായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരിക, ശരിയല്ലേ? അപ്പൊ ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴാണോ റെയറർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്ത്, അതായത് റെയറർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ ഉള്ള ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നതിലും വേഗം നമ്മൾ ആദ്യം പഠിപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്തു, അത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ മൊത്തത്തിൽ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിനകത്തൊരു റിലേഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ critical angle and refractive index. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതേണ്ട, ഇത് വാട്ടർ, ഇത് ഗ്ലാസ്, ഇത് എയർ. ലൈറ്റ് റേ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോവാണ്. ഓക്കെ, ലൈറ്റ് റേ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോവാണ്. ഓക്കെ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെയ്തത് ഈ എയറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് വിചാരിക്കുക. അതായത് സി ആണ് അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ. ഐ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സിക്ക് തുല്യമായി. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇതിന്റെ പാത്ത് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഇൻസിഡന്റ് റേ, ഇങ്ങനെയാണ് ഇതിന്റെ റിഫ്രാക്റ്റഡ് റേ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഏത് മീഡിയത്തിന്റെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ചെന്നിറങ്ങുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണം കണ്ടുപിടിക്കാൻ. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്, എയറിലാണ് ചെന്നിറങ്ങുന്നത്, അല്ലയോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുക? ആണോ? ആണ്. ഈസികൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സൈൻ ഐ ഡിവൈഡ് ബൈ എന്താ? സൈൻ ആർ എന്നാണ് പഠിച്ചിട്ടുള്ളത്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈസ് ഈക്വൽ ടു സൈൻ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇതിന്റെ കണ്ടീഷൻ, ഇപ്പൊ ഇവിടെ ആംഗിൾ എത്ര? ഐ എന്ന് പറയുന്നത് സി ആണ്, ഡിവൈഡ് ബൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാ? 90 ഡിഗ്രി ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ജി എന്ന് പറയുന്നത് സൈൻ സി ഡിവൈഡ് ബൈ എന്താ? സൈൻ സി ഡിവൈഡ് ബൈ എത്രയാ? സൈൻ 90 എത്രയാ? സൈൻ 91 ആണ്. സൈൻ 90 ട്രിഗ്നോമെട്രി പഠിച്ച ആൾക്കാരായിരിക്കുന്നത്. സൈൻ 91 ആണ്, അല്ലേ? അപ്പൊ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് സൈൻ സി ബൈ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായാലും അറിയാം, 1 ആണെന്ന് അറിയാം. അപ്പൊ പിന്നെ നമുക്ക് എയറിന്റെ ആണോ ഗ്ലാസിന്റെ ആണോ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഗ്ലാസിന്റെ കണ്ടുപിടിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ല, എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസിൽ നിന്ന് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി എന്ന് നമ്മൾ പഠിപ്പിച്ചായിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 ബൈ സൈൻ സി ആക്കി. ഇനി ഇവിടുന്ന് സൈൻ സി കണ്ടുപിടിക്കാം. സൈൻ സി ഈസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ ഇതിനെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഇത് രണ്ടും ചില്ലിട്ട് വരും. ഇത്രയാണ് ഇതിന്റെ കൺസെപ്റ്റ്. എഴുതിയെടുത്തു. പടം വരയ്ക്കണം, പിന്നെ പടം വരച്ചല്ലേ പറ്റും. അഭിനയ ഒരു എത്ര പേജ് വിടണം അതിന് മുമ്പിലത്തെ? അതല്ല, ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഓർത്തില്ലായിരുന്നു, അതാ ലേറ്റ് ആയത്. കുഴപ്പമില്ല. ഞാനൊരു ഒരു 1.5 പേജിനുള്ളത് പഠിപ്പിച്ചായിരുന്നു. 2 പേജ്. സാറേ, ഇത് വീഡിയോ എടുത്തിട്ടുണ്ടോ? റെക്കോർഡ് വീഡിയോ ഞാൻ ഇപ്പൊ ഇട്ടോളാം. ഇത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ടേക്കാം. ശരി സാറേ, ഞാൻ അത് നോക്കി എഴുതിക്കോളാം.
ആ സാർ എഴുതി. ഇനി 2-3 ആൾക്കാരുടെ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ കാണാതെ പഠിക്കണം. അത് മസ്റ്റാണ് കേട്ടോ, അത് പഠിക്കണം. അതും കൂടെ ഞാൻ തരാം, അതും കൂടെ തരാം, അതും കൂടെ എഴുതിയെടുത്തു. അതായത് വാട്ടർ എന്നിങ്ങനെ എഴുതുക, വാട്ടർ എന്ന് ഇങ്ങനെ എഴുതുക, വാട്ടർ. എന്നിട്ട് ഹൈഫൻ ഇടുക. മുകളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് μ എന്ന് കൊടുത്താൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിന്റെ 1.33 ആണ്. അതൊന്ന് കാണാൻ പഠിക്കണം. അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 49 ഡിഗ്രിയാണ്. ഓൾമോസ്റ്റ് 48 പോയിന്റ് സംതിങ് ആണ്. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഗ്ലാസിൻ്റെത് പഠിക്കണം. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.47 ആണ്. അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 43 ഡിഗ്രിയാണ്. സോറി 42 ഡിഗ്രിയാണ്. 41 പോയിന്റ് സംതിങ് ആണ്, 42 ഡിഗ്രി. അതേപോലെ ഡയമണ്ടിന്റെ നിങ്ങൾ പഠിക്കണം. യൂഷ്വലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഈ 3 എണ്ണമാണ് ചോദിക്കുന്നത്. ഡയമണ്ടിൻ്റെത് 2.41 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള ഒരു മീഡിയമാണ് ഡയമണ്ട്. അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത് 25 ഡിഗ്രിയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം കൂടെ തരാം. ഒന്ന് ടെർപ്പൻറ്റൈൻ. ഈ 3 എണ്ണം, മറ്റേ 3 എണ്ണം എന്തായാലും പഠിക്കണം. ടെർപ്പൻറ്റൈന് ക്രിട്ടിക്കൽ ആംഗിൾ 1.47 ആണ്. ഗ്ലാസിൻ്റെത് 1.47 അല്ല കേട്ടോ, തെറ്റിപ്പോയതാണ്. ഗ്ലാസിന്റെ 1.5 ആണ്. 1.5 ആണ്. നമ്മൾ അതെപ്പോഴും എടുത്തിട്ടുണ്ട് 1.5, 3/2 എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ ടെർപ്പൈൻ്റെ 1.47 ആണ്. അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 43 ഡിഗ്രിയും. അതേപോലെ ഫ്ലിന്റ് ഗ്ലാസ്, അതും കൂടെ ഒന്ന് ഓർത്തോണം. ഫ്ലിന്റ് ഗ്ലാസ് ഞാൻ പറഞ്ഞു, ഗ്ലാസ് പല ടൈപ്പ് ഉണ്ട്. ഫ്ലിന്റ് ഗ്ലാസ്, ക്രൗൺ ഗ്ലാസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതിൻ്റെത് 1.8 ആണ് ക്രിട്ടിക്കൽ ആംഗിൾ, സോറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ 39 ഡിഗ്രി വരും. ഇത് ഇനിയും ഒരു കാര്യമാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രിട്ടിക്കൽ ആംഗിൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രിട്ടിക്കൽ ആംഗിൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രിട്ടിക്കൽ ആംഗിൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ഫാക്ടറാണ് അഫക്ട് ചെയ്യുന്നത്. ഒന്ന് ദ കളർ ഓഫ് ലൈറ്റ്. ആ കളർ ഓഫ് ലൈറ്റ് എന്താണെന്ന് അറിയാമോ? അതായത് കളർ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഓർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം കളറും ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് അല്ലേ. അപ്പൊ കളർ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് മാറുക എന്നർത്ഥം. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പം ക്രിട്ടിക്കൽ ആംഗിൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ increases with increase in wavelength. With increase in wavelength. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിൾ കൂടുമെന്നാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. റെഡ് വന്നിട്ട് ഒരു മീഡിയത്തിൽ വീഴുക, അപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കില്ല വയലറ്റ് വന്ന് വീഴുമ്പോൾ. കാരണം എന്താ? അതായത് റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിൾ എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഗ്ലാസ്സിലോട്ട് ഒരു വൈറ്റ് ലൈറ്റ് വന്നു വീണു. വൈറ്റ് ലൈറ്റ് മീൻസ് സൺലൈറ്റ്. വൈറ്റ് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര എന്നാ പറഞ്ഞത്? ഗ്ലാസിന്റെ 42 ആണെന്നാ പറഞ്ഞത്. അപ്പോൾ 42 ഡിഗ്രിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി റിഫ്രാക്ട് ചെയ്യുന്ന നമുക്കറിയാം. എന്നാൽ ആ ഗ്ലാസ്സിലോട്ട് റെഡ് കളർ അടിച്ചു കഴിഞ്ഞാൽ ആ 42-ൽ ചെറിയ വേരിയേഷൻ കാണും. അതേപോലെ വയലറ്റ് വന്ന് അടിച്ചാലും ഒരു ചെറിയൊരു വേരിയേഷൻ കാണും. കാരണം വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ കൂടി പോകുന്നതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതൊന്ന് ഓർത്ത് വെച്ചോണം. രണ്ടാമത്തേത് ടെമ്പറേച്ചർ. ഇത് പഠിക്കണ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇവിടെ അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ആംഗിൾ
critical angle value increases with increase in temperature, with the increase in temperature, increase in temperature. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഇപ്പം ഗ്ലാസിൻ്റെ 42 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നമുക്കറിയാം അല്ലേ? ഒരു വൈറ്റ് ലൈറ്റ് വന്ന് അതിലോട്ട് വന്നു കഴിഞ്ഞാൽ 42 ഡിഗ്രിയിലാണ് വീഴുന്നതെങ്കിൽ 90 ഡിഗ്രി റിഫ്രാക്ട് ചെയ്യും അല്ലേ? എന്നാൽ ഞാൻ ഇതിനെ 50 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ട് 50 ഡിഗ്രി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൊണ്ട് വെക്കുക. എന്നിട്ട് ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതും ഒരു 60 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാൻ ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്താലും അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂസിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാകും. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ കൂടും. 60 ഡിഗ്രി ഉള്ള സമയത്ത് ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 42 ഡിഗ്രിയിൽ എന്ത് ചെയ്യത്തില്ല, 90 ഡിഗ്രി റിഫ്രാക്ഷൻ കാണിക്കത്തില്ല, ചിലപ്പം 45-ലായിരിക്കും കാണിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ 45 ഒന്നും വരത്തില്ല, ചിലപ്പോൾ ഒരു 43 ഒക്കെ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ കൂടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇനിയും നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ എ പ്രിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് 3 എണ്ണം പഠിക്കാനുണ്ട്. അതായത് ഓക്കെ, മൂന്ന് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണെന്നറിയാമോ? ഒന്ന് പ്രിസം 45, 90, 45 ഡിഗ്രി പ്രിസം. 2 അതിൽ തന്നെ 3 എണ്ണം പഠിക്കാനുണ്ട്. 2 നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? 60 ഡിഗ്രി പ്രിസം പഠിക്കാനുണ്ട്. 3 നമുക്ക് 30, 90, 60 ഡിഗ്രി പ്രിസം പഠിക്കാനുണ്ട്. അപ്പോൾ 3 ടൈപ്പ് പ്രിസം പഠിക്കാനുണ്ട്. 3 ടൈപ്പ് പ്രിസത്തിൽ ഒരെണ്ണം എന്താ? ഒരു പ്രിസത്തിന്റെ രണ്ട് ആംഗിൾ 45, ഒരു ആംഗിൾ 90 ആണെങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അടുത്തതെന്ന് പറയുമ്പോൾ ആ പ്രിസത്തിന്റെ എന്താ, എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണെങ്കിൽ അതിനകത്ത് നടക്കുന്ന റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ റിഫ്ലക്ഷൻ, അതിനെപ്പറ്റി. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു പ്രിസത്തിന്റെ ഒരു ആംഗിൾ 30, മറ്റേ ആംഗിൾ 60, മറ്റേ ആംഗിൾ 90 ഡിഗ്രി ഇവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ എ പ്രിസം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ എ പ്രിസം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ എ പ്രിസം. അപ്പൊ അതിനകത്ത് ആദ്യം ഒന്നാമത്തെ കൊടുത്തിട്ട് 45 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി പ്രിസം. ഒന്നാമത്തേത്. ഇതിനെ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് പ്രിസം എന്ന് പറയും. റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ്. ശരിക്കും ഐസോസിലസ് അല്ലേ ഇത്? 2 ആംഗിൾ 45 ഡിഗ്രിയാണ്, അപ്പോൾ ഐസോസിലസ് ആണ്. അപ്പം റൈറ്റ് ആംഗിൾഡ് 90 ഡിഗ്രിയാണ്. അപ്പം ഈ പ്രിസത്തിൽ എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന്റെ എ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ടു ഡീവിയേറ്റ് എ റേ ഓഫ് ലൈറ്റ് ത്രൂ 90 ഡിഗ്രി. ഒരു റേ ഓഫ് ലൈറ്റിനെ 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഈ പ്രിസം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു 45 എന്താണ് 90 ഡിഗ്രി പ്രിസം വരയ്ക്കുകയാണ്. നോക്കിയോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. 45 ഡിഗ്രി. അപ്പം ഇവിടെ എന്താ, ഇത് എത്രയാ? 45. ഇതെത്രയാ? ഇതും 45. ഇതെത്രയാ? ഇത് 90 ഡിഗ്രി ആണല്ലോ. ഒരു ലൈറ്റ് റേ വേണ്ട ഇങ്ങനെ വന്ന് വീഴുകയാണ്. ഓക്കെ, ഇതൊരു ലൈറ്റ് റേ ഇവിടെ വന്ന് വീഴുകയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഒരു ബീം ഓഫ് ലൈറ്റ് ആണ് വീഴുന്നത്. ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ലൈറ്റിന്റെ ഒരു ബീം വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ലൈറ്റ് റേസ് കാണും. അപ്പൊ അതിനകത്ത് 2 ലൈറ്റ് റേ ആണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, ഈ 2 ലൈറ്റ് റേ ഇവിടെ ഇങ്ങനെ വന്ന് വീഴുക. ബീം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
അതിനകത്ത് ഇങ്ങനെ കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ കാണും, കുറേ ലൈറ്റ് റേസ് കാണും. മനസ്സിലായോ? അതിനകത്ത് 2 ലൈറ്റ് റേസ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ എടുത്ത് വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഇങ്ങനെ ഇങ്ങനെ വന്ന് നോർമൽ ആയിട്ട് വന്ന് വീഴുക. ഓക്കെ, ഇതിന്റെ പേര് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, നമുക്കറിയാം ഒരു സർഫസിന് നോർമലായിട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ നടക്കുമോ? ഇല്ല. പകരം എന്ത് ചെയ്യും? അത് നേരെ തന്നെ കയറി ഇവിടെ വന്ന് മുട്ടും. ആണല്ലോ? ഓക്കെ, ഇതും അതേപോലെ തന്നെ നേരെ തന്നെ കയറി എന്ത് ചെയ്യും? ഇവിടെ വന്ന് മുട്ടും. ആണല്ലോ? ആണ്. അപ്പൊ നമുക്കറിയാം ഇനിയും ഇവിടെ ഇതും റിഫ്രാക്റ്റിംഗ് ഫേസാണ്. ഇതുവഴി റിഫ്രാക്ട് ചെയ്ത് പുറത്തു പോവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതിപ്പോൾ വന്ന് ഇൻസിഡന്റ് ചെയ്ത പോയിന്റാണ്. ഇൻസിഡന്റ് ചെയ്യുന്ന പോയിന്റെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം? നമ്മളൊരു നോർമൽ വരയ്ക്കണം. ശരിയല്ലേ? ഇത് രണ്ടും അതിന്റെ നോർമലാണ്. ആണോ? ഇത് രണ്ടും അതിന്റെ നോർമലാണ്. ആണോ മക്കളെ? ആണ്. അപ്പൊ ഈ വന്ന് വീഴുന്ന ഈ ആംഗിൾ ആണല്ലോ അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണല്ലോ. അത് എത്രയായിരിക്കും? നോക്കി, ഇത് 45 അല്ലേ? ഇതപ്പോൾ ഉറപ്പായിട്ട് 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണ് ബാക്കി ഇത് എത്ര വരും? 45 വരും. ആണല്ലോ? അപ്പൊ ഇത് മൊത്തത്തിൽ 90 ഡിഗ്രി ഇത് 45 വന്നാൽ ഇത് എത്ര വരും? അത് 45 വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ വന്ന് വീഴുന്ന ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 45 ആണ്. ഇതും എത്രയായിരിക്കും? 45 ആണ്. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? സോറി, ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? 42. പക്ഷെ ഇപ്പൊ വന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ? 45. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലല്ലേ? അപ്പൊ ഇത് റിഫ്രാക്ട് ചെയ്യുമോ റിഫ്ലക്ട് ചെയ്യുമോ? റിഫ്ലക്ട് ചെയ്ത് സെയിം മീഡിയത്തിലേക്ക് വരും. അപ്പൊ നോക്കിയോ, അതായത് റിഫ്ലക്ട് ചെയ്ത് നോർമൽ ആയിട്ട് അടുത്ത സർഫസിൽ വന്ന് വീഴും. ഇവിടെ അതേപോലെ റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്ന് വീഴും. അതിന്റെ കാരണം എന്താന്ന് മനസ്സിലായോ? കാരണം എന്താ? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? ഗ്ലാസ് ക്രിട്ടിക്കൽ ആംഗിൾ, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എത്രയാ? 42. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ എന്താ കണ്ടീഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കണ്ടീഷനായി. ആണോ? ആണ്. അപ്പം ഇത് ഇങ്ങനെ നോർമൽ ആയിട്ട് ഇവിടെ വന്ന് വീണു. ഇനി റിഫ്രാക്ഷൻ നടക്കുമോ? അതും റിഫ്രാക്റ്റിംഗ് ഫേസ് ആണ്. നോർമൽ ആയിട്ടാണ് വന്ന് വീണത് കൊണ്ട് എന്ത് നടക്കത്തില്ല? റിഫ്രാക്ഷൻ നടക്കത്തില്ല. ഇത് ഇങ്ങനെ അങ്ങ് പോകും. കണ്ടോ? അപ്പൊ ടു ഡീവിയേറ്റ് എ റേ ഓഫ് ലൈറ്റ് 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തില്ലേ? ഇങ്ങനെ വന്ന സാധനം ഇങ്ങനല്ലേ ഇപ്പൊ പോകുന്നത്? അതായത് ഇങ്ങനെയാണ് ഈ ലൈറ്റ് റേ വന്നത്. ഇപ്പൊ എങ്ങനെ ഈ ലൈറ്റ് റേ പോകുന്നത്? ഇങ്ങനെയാ പോകുന്നത്. ഇപ്പൊ കണ്ടോ, 90 ഡിഗ്രി തിരിച്ചു. മനസ്സിലായോ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, വരയ്ക്കാം. പെട്ടെന്ന് വരയ്ക്കാം. ഓക്കെ ആണോ? രണ്ടാമത്തേത് ടു ഡീവിയേറ്റ്. വരച്ചോ. ഈ സൈഡിലുള്ള സാധനം എഴുതി വെച്ചേക്കണം. സൈഡിൽ ഇത് സോ
അപ്പം നോക്കിക്കോളൂ. അപ്പം അതിന്റെ ബി എന്ന് പറഞ്ഞ രണ്ടാമത്തേത് ടു ഡീവിയേറ്റ് എ റേ ഓഫ് ലൈറ്റ് ത്രൂ 180 ഡിഗ്രി. അപ്പം ഒരു റേ ഓഫ് ലൈറ്റിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞു. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? 180 ഡിഗ്രി തിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഇതാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ഇതിനെ ഇങ്ങനെ ആക്കുക, കണ്ടോ? 180 ഡിഗ്രി ആക്കുക. അപ്പൊ നമുക്കത് നോക്കാം. അത് ഈ പ്രിസം കൊണ്ട് നടക്കും. അതിനുവേണ്ടി ഞാൻ ഈ സെയിം പ്രിസം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ. അപ്പം ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇത് എത്രയായിരിക്കും അപ്പം? ഇത് 45, ഇത് 45 ആണല്ലോ. ആണ്. ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. നോക്കിയോ, ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിന്റെ തല ഇതാന്ന് വിചാരിച്ചു. അതിനൊരു ആരോ കൊടുക്കുക. അപ്പം ഈ ഒബ്ജക്റ്റിൽ നിന്ന് കുറെ റേസ് എന്ത് ചെയ്യും? ഇതിലോട്ട് വന്ന് വീഴും. പക്ഷെ നമ്മൾ അതിനകത്ത് 2 റേ എടുക്കുന്നത്, തലയിലെ വാലിലെയും. അപ്പൊ ഒരു ലൈറ്റ് റേ ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വീഴും. ഓക്കെ, അടുത്ത ലൈറ്റ് റേ ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വീഴും. ഓക്കെ ആണല്ലോ. ഇനി അവിടെ നമ്മൾ എന്ത് വരയ്ക്കണം? നമ്മൾ നോർമൽ വരച്ചല്ലേ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ നോർമൽ, ഇതാണ് ഇവിടുത്തെ നോർമൽ. 90 ഡിഗ്രി ആണോ? ആണ്. അപ്പൊ ഈ വന്ന് വീഴുന്ന ഈ ആംഗിളിനെ അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. അത് എത്ര ആയിരിക്കും എന്ന് നോക്കി. നേരത്തെ പോലെ തന്നെ ഇത് 45 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45 ആയിരിക്കും. ശരിയല്ലേ? ആണോ മക്കളെ? അപ്പം ഇത് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ. ആണ്. അപ്പൊ ഇതും എത്രയായിരിക്കും? അതും 45 ആണ്. അപ്പം ഇവിടെയും ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 42 ആണ്. പക്ഷെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ആണ്. അപ്പൊ I ഗ്രേറ്റർ ദാൻ C ആണ്. അപ്പൊ എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് എവിടെ വന്ന് വീഴും? ഈ ലൈറ്റ് റേ ഇവിടെ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്ന് വീഴും. അപ്പൊ ഈ തലയുടെ റേ ആണ് ഇങ്ങനെ വരുന്നതെന്നുള്ള കാര്യം ആലോചിച്ചോണം. കണ്ടോ, തലയുടെ ആ ഭാഗത്തെ റേ ആ വരുന്നത്. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യും? ഇനി ഈ റേയും എന്ത് ചെയ്യും? ഈ റേയും റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്നു. കാരണം ടോട്ടലിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? അവിടെയും റിഫ്രാക്റ്റിംഗ് സർഫസ് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയും നോർമൽ വരയ്ക്കണം. കണ്ടോ, ഇവിടെ നോർമൽ, ഇതായിരിക്കും അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആണോ? ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും? ഇത് നോക്കിയേ, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഒബ്വിയസ്ലി ഇത് 45 ആണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇത് 45 ആയിരിക്കും. ഇതും 45 ആണ്, ഇതും 45 ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? 45, അല്ലയോ? അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് അത് വന്ന് വീണത്, അല്ലേ? ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 45 എന്ന് എഴുതാം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെയും എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഇതും എന്ത് തന്നെയാ? ഇതും 45 തന്നെയാണ്. ഇവിടെയും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഇവിടെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. ആണല്ലോ. എന്നാൽ ഇവിടത്തെ ഒരു രസം നോക്കി. ഇപ്പം ഈ ഇമേജ് നേരെ തിരിഞ്ഞു. കണ്ടോ? അതായത് നേരത്തെ ഇതിന്റെ തലയുടെ റേ കണ്ടോ? ഇങ്ങനെ വന്നിട്ട് കണ്ടോ? ഇവിടെ വരുന്നത് വാലിന്റെ റേ ആണ് ഇവിടെ വരുന്നത്. കണ്ടോ? അപ്പൊ റിഫ്ലക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന ഒബ്ജക്റ്റ് 180 ഡിഗ്രി തന്നെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താ? ഒരു ലൈറ്റ് റേനെ നമുക്ക് 180 ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റും? ഇതും കൊണ്ട് 180 ഡിഗ്രി തിരിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. ക്ലിയർ ആണോ? വരച്ചു. പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്.
ഇനിയും അടുത്തത് മൂന്നാമത്തെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരച്ചത്. മൂന്നാമത്തെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വരച്ചോ? മിഷേലും അഭിനവും ഒക്കെ വരച്ചോ? വരച്ചു സാർ. ഓക്കെ. മൂന്നാമത്തേത് പറയുമ്പോൾ സി അല്ലേ? സി എന്നല്ലേ? എ ബി സി എന്നല്ലേ കൊടുത്തത്? എ ബി സി. ഓക്കെ. ടു ഇറക്റ്റ് ആൻ ഇൻവെർട്ടഡ് ഇമേജ്. ഇൻവെർട്ടഡ് ഇമേജ് വിത്തൗട്ട് ഡീവിയേഷൻ. വിത്തൗട്ട് ഡീവിയേഷൻ. ഡീവിയേഷൻ ചെയ്യാതെ എന്താ അതിനെ ഇറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതെങ്ങനെ ഡീവിയേഷൻ ചെയ്യാതെ നമുക്ക് നോക്കാം ഇല്ലേ? ഇത് വെച്ചിട്ട് അതും പറ്റും. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ കൊണ്ടുപോകും. അതായത് ഇത് തന്നെ ഇങ്ങനെ വരയ്ക്കാം. എന്റെ കൂടെ വരച്ചു നോക്കും. ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി. ഒരു ഒബ്ജക്റ്റിനെ വേണ്ട ഇൻവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇൻവേർട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ട തല തിരിഞ്ഞിരിക്കുക. അപ്പം ആരോ താഴെ കാണിച്ചാൽ മതി. ശരിയല്ലേ? ഞാൻ പറഞ്ഞിരുന്നു എന്താ ഇമേജ് തലതിരിഞ്ഞ് ഇമേജിൽ നിന്നൊക്കെ എത്ര റേ ആയിരിക്കും വരുന്നത്? ലക്ഷക്കണക്കിന് റേ വരുമെങ്കിലും നമ്മൾ എടുക്കുന്ന എത്ര റേ ആയിരിക്കും? 2 എണ്ണം. ഒരു ലൈറ്റ് റേ ഉണ്ട് ഇങ്ങനെ വന്ന് വീഴുന്നു, അടുത്ത ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വന്ന് വീഴുന്നു. ആണോ? നോർമൽ എങ്ങനെ വരയ്ക്കണം? എന്റെ കൂടെ വരച്ചു നോക്കൂ. പെട്ടെന്ന്. നോർമൽ എങ്ങനെ വരയ്ക്കണം? നോർമൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ഇങ്ങനെ വരച്ചു. നോർമൽ ഇതും നോർമലാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാ. ശരിയല്ലേ? ആണ്. അവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണോ പോകുന്നത്? അല്ല. ഇത് എവിടോട്ടാണ് പോകുന്നത്? ഇത് റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. പകരം നോർമൽ റിഫ്രാക്ഷൻ ആണ് നടക്കുന്നത്. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഇതാണ് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകാൻ ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിച്ചപ്പോഴാണ് അതൊന്ന് സംഭവിച്ചത്. ഇവിടും ഡെൻസർ ആണ്, ഇവിടെ റെയർ ആണ്. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചത്. ശ്രദ്ധിച്ചോണത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ നോർമൽ റിഫ്രാക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയർ ടു ഡെൻസർ മീഡിയം? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് എവിടെ വന്ന് വീഴും? ഇത് ഇവിടെ വന്ന് വീഴും. ശരിയല്ലേ? ഇവിടെ ഇതിവിടെ വന്ന് വീഴും. ഓക്കെ ആണോ? ഇവിടെ വന്ന് വീഴും. അതേപോലെ തന്നെ ഇതും എന്ത് സംഭവിക്കും? ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് ഇവിടെ വന്ന് വീഴും. ഇത് ഇച്ചിരി വലുതായിട്ട് വരയ്ക്കേണ്ടി വരും കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇത് ഇവിടെ വന്ന് വീഴുന്നു വരയ്ക്കും. ഓക്കെ. അപ്പം ഇവിടുന്ന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ വന്ന് വീഴുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. കാരണം എന്താ? ഇത് നോർമൽ, ഇവിടെ നോർമൽ. ഈ വന്ന് വീഴുന്ന ആംഗിള് ഇത് നോക്കി. ഇത് മൊത്തം എത്ര? ഇത് മൊത്തം എത്ര? ഇത് 90 ഡിഗ്രിയേക്കാളും കൂടുതൽ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഈ വന്ന് വീഴുന്നത് ഇത് 90ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു 91 വല്ലതുമായിരിക്കും വരുന്നത്. എന്നാലും ഈ ആംഗിൾ എന്ത് വരും? ഒരു 44 ഒക്കെ വരും. അപ്പൊ എന്തായാലും 42വിനേക്കാളും കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏതാ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ വന്ന് വീഴും. ഇവിടെ വന്ന് വീഴും. ഓക്കെ. ഇതും അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് എവിടെ വന്ന് വീഴും? ഇവിടെ വന്ന് വീഴും. എന്നിട്ട് എന്താ? എന്നിട്ട് നമുക്ക് നോർമൽ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നോർമൽ, ഇത് നോർമൽ, ഇവിടെ ഒരു നോർമൽ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം?
ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആണ് അല്ലയോ? അപ്പം ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ നെവേ ആയിട്ട് ബെൻഡ് ചെയ്തു, ഇവിടെ നോർമൽ നെവേ ആയിട്ട് ബെൻഡ് ചെയ്തു. ഇത് ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി ഇതായിപ്പോയി, രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരേണ്ടത് കേട്ടോ. വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പം തലയുടെ ലൈറ്റർ ഏതുവഴി അങ്ങോട്ടാ വന്നേ? ഇതാണ് തലയുടെ ലൈറ്റർ. ഇതിങ്ങനെ വരുന്നു അല്ലേ, ഇങ്ങനെ പോകുന്നു, ശരിയല്ലേ? ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഇപ്പൊ തല എവിടെ ഇരിക്കുന്നു? മുകളിലാണോ താഴെയാണോ? ഈ സൈഡിൽ വന്നപ്പോ തലയുടെ ലൈറ്റർ എവിടെ ഇരിക്കുന്നത്? ഇവിടെ തല താഴെയാ. ഇവിടുന്ന് ഇങ്ങനെ വന്നപ്പോ തന്നെ ഇതിപ്പോ എന്തുവായി? ആ തല മുകളിലായി. അപ്പൊ ഇൻവേർട്ടഡ് ഇമേജിനെ ഇറക്റ്റ് ചെയ്യുമെന്നാ പറഞ്ഞത്, ഡീവിയേഷൻ ഒന്നും ചെയ്യാതെ. ഇവിടെ മാത്രമേ നടന്നുള്ളൂ. ഡീവിയേഷൻ ഉണ്ട്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടോ, സ്ട്രെയിറ്റ് തന്നെയാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ കണ്ടോ, ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഇമേജ്. ഇത് ശരിക്കും വരുന്നത് ഇച്ചിരി മുകളിലായിട്ടാണ് വരുന്നത്. എന്താ അതായത് ഇത് ഇവിടെ വരും, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ വരും. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇച്ചിരി നീട്ടി വരച്ചപ്പോൾ ആ വരച്ചതിന്റെ ഒരു തെറ്റാണ്. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് അതേപോലെ തന്നെ കിടപ്പുണ്ട്, നോക്കി വരയ്ക്കണേ. ഇത് ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ട്. ഇതെന്തായി? ഇത് ഇറക്റ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇതിന്റെ മൂന്നിന്റെ യൂസ് കൂടെ ഒന്ന് എഴുതിയിടണേ. അതായത് ഇതിന്റെ യൂസ് എന്താണെന്നറിയാമോ? പെരിസ്കോപ്പ് യൂസ്. ഇതിന്റെ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് പെരിസ്കോപ്പിലാണ് യൂസ് ചെയ്യുന്നത്. പെരിസ്കോപ്പ്. അലനെ 3:30 ആകുമ്പോ ജോയിൻ ചെയ്യടാ. അലനെ 3:30. ഓക്കെ സാർ. ഓക്കെ, നോക്കിക്കോളൂ. ഇതിന്റെ യൂസ് എന്താണെന്നറിയാമോ? ഇതിന്റെ യൂസ് രണ്ടാമത്തേത്, യൂസ്ഡ് ഇൻ ബൈനോക്കുലർ ആൻഡ് ക്യാമറ ടു ഇൻവേർട്ട് ഇമേജ് without any loss of intensity, without any loss of intensity. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് സെറ്റിംഗ്സ് ഇല്ലേ ഇൻവേർട്ട് ചെയ്യാനുള്ള? നിങ്ങളുടെ വലത് കൈ പൊക്കി നിൽക്കുവാണെങ്കിൽ അതിനെ ഇൻവേർട്ട് ചെയ്താൽ ഇടത് കൈ നിൽക്കുന്ന പോലെ ഒരു ഇതായിട്ട് വരും. ഇങ്ങനെ തിരിക്കാൻ പറ്റും. അതെല്ലാം ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ലാസ്റ്റ് പഠിച്ചതിൻ്റെത് used in a slide project. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത്. ഏത് പ്രശ്നമാണ് പറഞ്ഞത്? 45 ഡിഗ്രി 90 ആ പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് രണ്ടാം എഴുതിയിട്ട് 60 ഡിഗ്രി പ്രിസം. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇക്വിലാറ്ററൽ പ്രിസം കൊടുക്കും. ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറയുമ്പോൾ ആ പ്രിസത്തിന്റെ എല്ലാ ആംഗിളും എത്രയായിരിക്കും? ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 60 വരച്ചു നോക്കുവാണേ. അപ്പൊ നമ്മള് ഒരു ലൈറ്ററെ വേണ്ട ഇങ്ങനെ 90 ഡിഗ്രിയിൽ തന്നെ ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യിക്കുകയാണ്. 90 ഡിഗ്രിയിൽ ഇത് ഇൻസിഡന്റ് ചെയ്യിക്കുകയാണ്. 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രിയിൽ ഇൻസിഡന്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുമോ? ഇല്ല, റിഫ്രാക്ഷൻ നടക്കാതെ നോർമൽ ആയതുകൊണ്ട് ഈ നേരെ എവിടെ വന്ന് വീഴും? അയ്യോ, ഇത് ഇപ്പുറത്ത് ആ വന്ന് വീഴുന്ന രീതി അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണേ കേട്ടോ. അതായത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം, എന്നാലേ വന്ന് വീഴും. ഓക്കെ, ഇനിയും എന്താ നോർമലായിട്ട് വന്ന് വീഴുന്നത് സംഭവിക്കുന്നത്? എൻ്റെ ഇത് ഇവിടെ വന്ന് വീഴുന്നത്. ശരിയല്ലയോ? അപ്പം നോർമലായിട്ട് വന്ന് വീഴുന്നത് കൊണ്ട്, അതായത് ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്താ
നോർമലായിട്ട് വന്ന് ഇവിടെ വന്ന് വീണു. അപ്പോൾ ഇവിടെ എന്ത് വരയ്ക്കണം? ഇനി ഇവിടെ നിങ്ങൾ എന്ത് വരയ്ക്കണം? നോർമൽ വരയ്ക്കണം. ശരിയല്ലേ? നോർമൽ വരച്ചു. അപ്പം ഇതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് എത്രയാണ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? നോക്കിയോ, അത് എത്രയാണ് നമ്മൾ നോക്കുന്നത്? പറഞ്ഞേ, നോക്കിയോ, ഇവിടെ നോക്കിയോ, എല്ലാവരും നോക്കി. ഇത് 90 ആണ്, ഇത് 60 ആണ് നമുക്കറിയാം. അറിയാവോ? ഇത് 90 ആണ് നമുക്കറിയാം. അറിയാവോ? അപ്പൊ 1960 അപ്പോൾ 150 ആയി. ഇനി ബാക്കി അപ്പൊ ഈ ആംഗിൾ എത്ര വരും? 30 ആയിരിക്കും വരുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം 90 ഡിഗ്രി ആണെങ്കിൽ അതിനകത്തും 30 പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് എത്ര വരും? ഇത് 60 തന്നെ. ഓക്കെ, അപ്പൊ അത് ആ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലല്ലേ? അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുമോ റിഫ്രാക്ട് ചെയ്യുമോ? റിഫ്ലക്ട് ചെയ്യും. എത്ര ഡിഗ്രിയിൽ റിഫ്ലക്ട് ചെയ്യും? 60 ഡിഗ്രി തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീഴും. നോർമൽ ആയിട്ടായിരിക്കും വന്ന് വീഴുന്നത്. ഇത് 60 ഡിഗ്രി കണ്ടോ? എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് കണ്ടോ? ഹലോ സാറേ, ഇത് പെട്ടെന്ന് പോയായിരുന്നു, മനസ്സിലായില്ല എന്താ ഇത് ഈ ടോപ്പിക്. ഒരു സെക്കൻഡ് ഒന്നുകൂടെ പറയാം. ഇതൊരു 60 ഡിഗ്രി പ്രിസമാണ്. 60 ഡിഗ്രി പ്രിസം എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. ഒരു ലൈറ്റ് റേ 90 ഡിഗ്രിയിൽ തന്നെ ഇവിടെ വന്ന് വീഴുകയാണ്. 90 ഡിഗ്രി വന്ന് വീഴുന്ന സമയത്ത് അത് നോർമലി എന്ത് ചെയ്യും? നോർമലി റിഫ്രാക്ട് ചെയ്യാതെ അടുത്ത സർഫസിൽ വന്ന് വീഴും. ആണോ? ഒരു സെക്കൻഡ്, ഞാൻ ഇച്ചിരി കൂടെ ഓക്കെ. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ വന്ന് ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? നേരെ വന്ന് വീഴും. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കേണ്ടി വരും. ശരിയല്ലേ? ഇതറിയാം, ഇവിടെ നോർമൽ. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്ന് അറിഞ്ഞാലേ റിഫ്ലക്ഷൻ നടക്കുമോ, 90 ഡിഗ്രി റിഫ്രാക്ഷൻ നടക്കുമോ, അതോ നോർമൽ റിഫ്രാക്ഷൻ നടക്കുമോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതറിയാൻ വേണ്ടി ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഓൾറെഡി 60 ആണെന്നറിയാം. അപ്പോൾ 90 + 60 150. അപ്പോൾ ബാക്കി ഈ ആംഗിൾ, ഇത്ര ആംഗിൾ എത്ര വരും? 30. നമുക്കറിയാം നോർമലിന്റെയും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന മൊത്തം ആംഗിൾ 90 ആണ്. 90ൽ 30 പോയി കഴിഞ്ഞാൽ ബാക്കി ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 60 ആയിരിക്കും. ഉറപ്പായിട്ടും ആ 60 ആണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണ്. അപ്പം ഇവിടെ എന്താ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 42 ആണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ എന്താ I ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പം ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് ഇവിടെ വന്ന് വീഴുന്നു. നോർമൽ ആയിട്ടാണ് വീഴുന്നത്. ഇപ്പൊ മനസ്സിലായി സർ. ഓക്കെ ആണോ? ഓക്കെ സർ. അപ്പം ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഈക്വൽ ആയിരിക്കും. ഇനിയും മൂന്നാമത്തെ നമുക്കിനി ഇനി മൂന്നാമത്തെയാണ് 60 90 30 ഡിഗ്രി പ്രിസം. നോക്കിയോ, അതായത് മൂന്നാമത്തേത് 30 60 30 60 90 ഡിഗ്രി പ്രിസം. സോറി, 30 90 60 30 90 60 ഡിഗ്രി പ്രിസം. അതും റൈറ്റ് പ്രിസം തന്നെയാണ്, റൈറ്റ് ആംഗിൾ പ്രിസം, റൈറ്റ് ആംഗിൾഡ് പ്രിസം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു 30 പ്രിസം വരയ്ക്കുകയാണ്. നോക്കിയോ, ഇങ്ങനെ വരയ്ക്കുകയാണ്. ഞാൻ ഇതിനകത്ത് 30 ഏതാ? ഇതിനകത്ത് ഇത് 30, ഇത് 60, ഇത് 90. ഞാനൊരു ലൈറ്റ് റേ ഇവിടെ ഒന്ന് നോർമലായിട്ട് ഇതേ കൊണ്ടൊന്ന് ഇൻസിഡന്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നോർമലായിട്ട് വന്ന് വീഴുന്നതും കൊണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുമോ? ഇല്ല. ഇതെന്ത് ചെയ്യും? ഇത് ഇവിടെ വന്ന് ഇങ്ങനെ വീഴും. ഓക്കെ, ഇനി അവിടെ നമ്മൾ എന്തായാലും ഇനി നോർമൽ വരച്ചാലേ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം അത് 90 ഡിഗ്രിയിലൊന്നും അല്ല വീഴുന്നത്, വേറെ ഏതോ ഒരു ആംഗിളാണ് ഒന്ന് വീഴുന്നത്. ആ ആംഗിൾ ഏതാണ് കണ്ടുപിടിച്ചാലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ ഇല്ലയോ, 90 ഡിഗ്രി റിഫ്ലക്ഷൻ നടക്കുമോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ അതിനു വേണ്ടി ഈ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കണം. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്.
അല്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ ട്രയാങ്കിൾ കൺസിഡർ, ഇതിപ്പോൾ എത്ര, ഇത് 90 ഡിഗ്രി, ഇത് എത്രയാ, ഇത് 30 ഡിഗ്രി. അപ്പോൾ ഒബ്വിയസ്ലി ഈ നോർമലിന്റെയും ഈ സർഫസിന്റെയും മൊത്തം അടയ്ക്കുന്ന ആംഗിൾ എത്രയാ, 90 അല്ലയോ? അങ്ങനെയാണ് അതിനകത്ത് 60 വന്നു കഴിഞ്ഞാൽ ബാക്കി ഈ ആംഗിൾ എത്ര വരും, ഈ ആംഗിൾ 60 ആയിരിക്കും വരും. ഓക്കെ ആണോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇവിടെയും എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 42 ആണ്, പക്ഷെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഐ ഗ്രേറ്റർ ദാൻ സി, ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, TIR എന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ സംഭവിക്കുന്നത്, ഇവിടെ 60 ഡിഗ്രി റിഫ്ലക്ഷൻ നടക്കും. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ, ഈ ആംഗിളിൽ തന്നെ ഇത് റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്നു. ഓക്കെ ആണോ? ഓക്കെ, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പം ഇവിടെ നോർമൽ വരയ്ക്കണ്ടേ, ഇവിടെ നോർമൽ വരയ്ക്കണ്ടേ, കാരണം അവിടെ നിന്ന് ഇനി ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് കൂടെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത് എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചാലേ ഇനി എന്ത് സംഭവിക്കത്തുള്ളൂ, അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ റിഫ്രാക്ഷൻ നടക്കുമോ എന്തോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക, നോക്കിയോ, ഈ നോർമലിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇത് അങ്ങനെ ഞാനങ്ങ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരയ്ക്കും, നിങ്ങൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇത് നോക്കിയേ, ഇത് 30 ആണ്, ഇത് എത്രയാ, ഇത് 90 അല്ലേ, 90, ഇതെന്താ, ഇതെത്ര, അതൊന്നും എഴുതിയില്ലേ, അത് ഇതെത്ര, ഇത് 90, ഇത് 30 ആണെങ്കിൽ 9 3 12, ബാക്കി ഇത് എത്ര വരും, 60 വരും അല്ലേ? അപ്പൊ ഇത് എത്ര വരും, മൊത്തം 60 ആണെങ്കിൽ ഇത് എത്ര വരും, ഇവിടെ 180 ആ മൊത്തം, 60 എന്നാൽ ബാക്കി ഇത് 120 വരും ഇല്ലേ, 120 വരും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും, ഇത് 60 ആ, ഇത് 30 വരും. ഇപ്പം 120 30 150, അപ്പൊ ഇത് എത്ര തന്നെ വരും, 30 വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വേറെ കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ രണ്ട് ചെയ്യേണ്ടത് ഇതാണ്, അതായത് ഇത് 30 ഡിഗ്രിയിലാണ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം, ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 30 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെയ്യുന്നത്, ഇതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര, 42 ആ. അപ്പം അവിടെ എന്ത് നടക്കും, അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും, ഇല്ല, അവിടെ റിഫ്രാക്ഷൻ നടക്കും. ഇപ്പൊ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാ പോകുന്നത്, എന്താ സംഭവിക്കുന്നത്, ബെൻഡ് എവേ ഫ്രം ദി നോർമൽ. കണ്ടോ, ഇത് ആംഗിൾ ഒക്കെ എത്ര എന്നുള്ളത് കൺസിഡർ ചെയ്താൽ മാത്രമേ പറ്റൂ. അതിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി ഒക്കെ എന്താണെന്ന് അറിയണം, എന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കി പഠിക്കാം. അപ്പം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോട്ടെ, അതായത് വരച്ചൊന്ന് വിശ്വസിക്കുന്നു. ഇനി യൂസസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്റ്റിംഗ് പ്രിസം ഇൻ പ്ലേസ് ഓഫ് പ്ലെയിൻ മിറർ. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ക്ലാസ് നിർത്തുകയാണ്. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്, പിന്നെ ഞാൻ പറഞ്ഞു ഇന്റേണൽ റിഫ്ലക്ഷന്റെ കുറച്ച് കോൺസിക്വൻസസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എന്താ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കോൺസിക്വൻസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, മിറാഷ് എന്ന് പറയുന്നൊരു അവസ്ഥ. അതായത് എന്താ, നിങ്ങൾ ഹൈവേയിൽ വണ്ടി ഓടിച്ച് ചെല്ലുന്ന സമയത്ത് ഫ്രണ്ടിൽ വെള്ളം കിടക്കുന്ന ഒരു ഫീല്, അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല. മരുഭൂമിയിലെ മരുപ്പച്ച കേട്ടിട്ടുണ്ടോ, മറ്റേ ആടുജീവിതം കണ്ടപ്പം അവൻ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അവിടെ അടുത്ത് ചെന്നപ്പോൾ വെള്ളം ഇല്ലാത്ത ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളത്, അതാണ് മിറാഷ്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് തിളങ്ങുന്നത്, അതേപോലെ തന്നെ എന്താണ് മഴവില്ലുണ്ടാകുന്നത്, ഇതെല്ലാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ സം കോൺസിക്വൻസസ് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മറ്റേ യൂസസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്റ്റിംഗ് പ്രിസം ഇൻ പ്ലേസ് ഓഫ് പ്ലെയിൻ മിറർ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കേട്ടോ. എന്നാ പിന്നെ ഇങ്ങനെ നിർത്തുകയാണേ കേട്ടോ. ചോദിച്ചു